ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി വെക്കാൻ പോവാം കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ: ചിക്കൻ ഞാൻ കഴുകി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അതിലേക്ക് ചിക്കൻ മസാല, ഉപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ഒരു 2 വിസിലടിക്കുക, 2-3 വിസിലടിക്കുക. ഓരോ കുക്കറിൻ്റെ ഇതനുസരിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് അരപ്പാണ്. അതാണ് മെയിൻ ഇതിൻ്റെ സംഭവം കേട്ടോ. അതിലേക്ക് അരമുറി തേങ്ങ, കുറച്ച് ഗരം മസാല, ഇച്ചിരി കുരുമുളക്, ഒരു 2-3 പട്ടയും കഷ്ണം പട്ടയും, ഗ്രാമ്പു, ഒരു ഏലക്കായി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം. ഈ തേങ്ങ നന്നായിട്ട് മൊരിച്ച രീതിയിൽ വറുത്തെടുക്കണം, കരിയാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഒന്ന് പൊട്ടിച്ചെടുക്കുക ആദ്യം. അത് പൊട്ടി വന്നതിന് ശേഷം അതിലേക്കാണ് തേങ്ങ ഇട്ടിട്ട് ഒട്ടും കരിയാതെ നന്നായിട്ട് ഇളക്കി നല്ല വറുത്ത് മുരിങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. ആ വറവിലാണ് അതിൻ്റെ രുചി. അപ്പോൾ അതൊക്കെ തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ടിട്ട് തീ കുറച്ച് വെക്കണം, കരിയരുത്. നല്ല മൊരിഞ്ഞതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാറി നല്ല മൊരിഞ്ഞ് നല്ല കളറായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ എന്തോ നോക്കാം. അതിലേക്ക് ഇത് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്താ സ്മെല്ലൊക്കെ അറിയോ. ഇനി നമുക്കതിലേക്ക് ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം, അധികം വെള്ളമാകാൻ പാടില്ല. നല്ലൊരു കുറുകിയ കറിയാണ്. ചിക്കൻ വറുത്തരച്ച അടിപൊളി ഒരു കറിയാണ്. പത്തിരിയുണ്ട്. അതിലേക്ക് ലേശം ചെറിയ ഉള്ളി മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. മല്ലിച്ചപ്പോ കറിവേപ്പില ഒന്നും ഞെട്ടിട്ടില്ല. മല്ലിച്ചപ്പ് ഇടാതെ വെച്ചതാണ്. കറിവേപ്പില പിന്നെ ഉണ്ടായിട്ടില്ല. കറിവേപ്പിലയും കൂടെ ഇടുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇതിലേക്ക് ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്, നോമ്പറക്കുമ്പോഴത്തേക്കുള്ളതാണ്. പത്തിരിക്ക് പൊടി വാട്ടി നല്ല അടിപൊളി നൈസ് പത്തിരിയും ചുട്ടിട്ടുണ്ട്.